പ്രവാസ ലോകത്ത് നിന്നുള്ള വാർത്തകൾ. വിസ നിയമങ്ങൾ ലഘൂകരിച്ച് തായ്ലാന്റ്. രാജ്യത്ത് കൂടുതൽ വിദേശ നിക്ഷേപ പ്രവർത്തനങ്ങൾ പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് വിസ നടപടികൾ ലളിതമാക്കിയത്. പ്രൊഫഷണലുകൾക്കും വിദേശികളായ സമ്പന്നർക്കും നിക്ഷേപകർക്കും തായ്ലൻഡിൽ ദീർഘകാല റെസിഡൻസി പെർമിറ്റുകൾ നേടുന്നതിന് ഇനി ലളിതമായ നടപടിക്രമങ്ങൾ. സമ്പന്നരായ ആഗോള പൗരന്മാരുടെ വിഭാഗത്തിൽ വിസ തേടുന്നവർക്ക് മിനിമം വാർഷിക വരുമാനം എന്ന മാനദണ്ഡം ഇനിയുണ്ടാകില്ല. തായ്ലൻഡിൽ നിന്ന് ജോലി ചെയ്യാൻ ജീവനക്കാരെ അനുവദിക്കുന്ന കമ്പനികളുടെ ഏറ്റവും കുറഞ്ഞ വരുമാന ആവശ്യകതയിലെ കുറവും മാറ്റങ്ങളിൽ ഉൾപ്പെടുന്നു. ദീർഘകാല റെസിഡന്റ് വിസ ഹോൾഡർമാരുടെ ആശ്രിതരുടെ എണ്ണത്തിൽ ഒരു നിയന്ത്രണവും ഇനി നേരിടേണ്ടി വരില്ല. മാതാപിതാക്കൾക്കും മറ്റു നിയമപരമായ ആശ്രിതർക്കും വിസ ഉടമകൾക്കൊപ്പം താമസിക്കാൻ കഴിയും. ദീർഘകാല റെസിഡന്റ് വിസ അപേക്ഷകർക്ക് 10 വർഷത്തെ റെസിഡൻസി, ഡിജിറ്റൽ വർക്ക് പെർമിറ്റ്, മറ്റ് ആനുകൂല്യങ്ങൾക്കൊപ്പം വ്യക്തിഗത ആദായ നികുതി ആനുകൂല്യങ്ങൾ എന്നിവ വാഗ്ദാനം ചെയ്യുന്നു. 2022 തായ്ലൻഡ് ദീർഘകാല റെസിഡന്റ് വിസ പദ്ധതി ആരംഭിച്ചത്. കൂടാതെ പാൻഡമിക് കാലഘട്ടത്തിൽ സമ്പദ് വ്യവസ്ഥയെ ഉത്തേജിപ്പിക്കുന്നതിനുള്ള ഒരു മാർഗമായി ഇത് കണക്കാക്കി. 6000-ലധികം അപേക്ഷകർ ഈ സൗകര്യം പ്രയോജനപ്പെടുത്തി. അപേക്ഷകരുടെ പട്ടികയിൽ ഒന്നാമതുള്ളത് യൂറോപ്യന്മാരാണ്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഇന്ത്യക്കാരുൾപ്പെടെ വിദേശികൾ വാങ്ങുന്ന വീടുകൾക്ക് 100% നികുതി ചുമത്താൻ സ്പെയിൻ. ഭവന പ്രതിസന്ധി പരിഹരിക്കുന്ന നടപടികളുടെ ഭാഗമായാണ് തീരുമാനം. യൂറോപ്യൻ യൂണിയൻ പൗരന്മാരല്ലാത്തവരോ ഇന്ത്യക്കാരുൾപ്പെടെയുള്ള താമസക്കാരോ വാങ്ങുന്ന വസ്തുക്കൾക്ക് 100% വരെ നികുതി ചുമത്തുന്നതുൾപ്പെടെയുള്ള നടപടികളിലേക്ക് നീങ്ങുകയാണ് സ്പെയിൻ. ടൂറിസ്റ്റ് സ്പോട്ടുകളിലും ഉയർന്ന ഡിമാൻഡുള്ള നഗരകേന്ദ്രങ്ങളിലും വിദേശ വാങ്ങലുകാരോട് എതിർപ്പ് വർദ്ധിക്കുന്ന സാഹചര്യത്തിലാണ് ഈ നീക്കം. യൂറോപ്പിലെ പാർപ്പിട മേഖല നേരിടുന്ന വെല്ലുവിളികളെ നേരിടാൻ സർക്കാർ നടപടികൾ സ്വീകരിക്കുകയാണെന്ന് സ്പാനിഷ് പ്രധാനമന്ത്രി പെഡ്രോ സാഞ്ചസ് വ്യക്തമാക്കി. EU ഇതര നിവാസികൾ 2023 സ്പെയിനിൽ മൊത്തം 27,000 പ്രോപ്പർട്ടികൾ വാങ്ങി. പ്രോപ്പർട്ടികളിൽ നിന്ന് ധനം സമ്പാദിക്കാനാണ് ഇവരുടെ ലക്ഷ്യമെന്നും അദ്ദേഹം പറഞ്ഞു. നിർദ്ദിഷ്ട നികുതി യൂറോപ്യൻ യൂണിയന് പുറത്തുള്ള നോൺ റെസിഡന്റ് ബയർമാരെ ലക്ഷ്യമിടുന്നു. അവർ പലപ്പോഴും ഹോളിഡേ അല്ലെങ്കിൽ വാടക പ്രോപ്പർട്ടികളിലാണ് നിക്ഷേപിക്കുന്നത്. ഈ നടപടി നിയമമാക്കുന്നതിന് മുമ്പ് പാർലമെന്റ് അംഗീകരിക്കണം. സ്പാനിഷ് പ്രോപ്പർട്ടി രജിസ്ട്രേഷൻ ഡാറ്റ അനുസരിച്ച് 2023 വിദേശ വാങ്ങലുകാർക്കുള്ള വിൽപ്പന ഭവന വിപണിയുടെ 15%. മൊത്തം 5,83,000 ഇടപാടുകളിൽ 87,000 ഇടപാടുകളും വിദേശികൾ ഉൾപ്പെട്ടിരുന്നു. ഇന്ത്യക്കാരുൾപ്പെടെയുള്ള വിദേശികൾക്ക് സ്പെയിനിന്റെ പുതിയ നീക്കം തിരിച്ചടിയാകും. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. 24 മണിക്കൂറും പുനരുപയോഗ ഊർജം നൽകാൻ ശേഷിയുള്ള ലോകത്തിലെ ആദ്യ പദ്ധതി അബുദാബിയിൽ. പദ്ധതിക്കായുള്ള നിക്ഷേപം 20,000 കോടി ദിർഹമാണ്. പരിസ്ഥിതി സൗഹൃദ കേന്ദ്രമായ മസ്ദർ സിറ്റിയും എമിറേറ്റ്സ് വാട്ടർ ആൻഡ് ഇലക്ട്രിസിറ്റി കമ്പനിയും ചേർന്നാണ് പദ്ധതി നടപ്പിലാക്കുക. അബുദാബിയിൽ നടന്ന സസ്റ്റൈനബിലിറ്റി വീക്കിലായിരുന്നു പ്രഖ്യാപനം. 5 ജിഗാവാട്ട് സൗരോർജ്ജവും 19 ജിഗാവാട്ട് ബാറ്ററി സംഭരണവും സംയോജിപ്പിച്ചാണ് 24 മണിക്കൂറും തടസ്സമില്ലാതെ 1 ജിഗാവാട്ട് സംശുദ്ധ ഊർജ്ജം ഉൽപ്പാദിപ്പിക്കുക. 2030 19.8 ജിഗാവാട്ട് ശുദ്ധ ഊർജ്ജം ഉൽപ്പാദിപ്പിക്കാനാണ് UAE ലക്ഷ്യമിടുന്നത്. UAE ഊർജ്ജ നയരേഖ 2050 പ്രകാരം 5 വർഷത്തിനകം 15,000 കോടി ദിർഹം മുതൽ 20,000 കോടി ദിർഹം വരെ ഈ മേഖലയിൽ നിക്ഷേപിക്കും. 2030 100 ജിഗാവാട്ട് പുനരുപയോഗ ഊർജ്ജശേഷി നേടാനാണ് മസ്ദർ ലക്ഷ്യമിടുന്നത്. അബുദാബിയിലെ 90 ചതുരശ്ര കിലോമീറ്റർ സ്ഥലമാണ് പദ്ധതിക്കായി നീക്കിവച്ചിരിക്കുന്നത്. പദ്ധതിയുടെ ചെലവ് $600 കോടി. രാജ്യം ഏറെ പ്രതീക്ഷയോടെ ഉറ്റുനോക്കുന്ന പദ്ധതി 2027 പ്രവർത്തനം ആരംഭിക്കും. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ സബ്സിഡിയറി സ്ഥാപനമായ NPCI ഇന്റർനാഷണൽ പേയ്മെന്റ് ലിമിറ്റഡ് UAEയിൽ UPI സംവിധാനം വിപുലീകരിക്കുന്നു. മാഗ്നാറ്റിയുമായി സഹകരിച്ചാണ് ഇന്ത്യൻ യാത്രക്കാർക്ക് UPI സേവനം ലഭ്യമാക്കുന്നത്. മിഡിൽ ഈസ്റ്റിലെ പോയിന്റ് ഓഫ് സെയിൽ ടെർമിനലുകൾ വഴി QR കോഡ് അടിസ്ഥാനമാക്കിയുള്ള UPI പേയ്മെന്റ് സംവിധാനം ഇന്ത്യൻ യാത്രക്കാർക്ക് പ്രയോജനപ്പെടുത്താം. ഇന്ത്യൻ യാത്രക്കാർക്ക് പേയ്മെന്റ് രീതിയായി UPI നൽകാൻ കൂടുതൽ വ്യാപാരികളെ പ്രാപ്തരാക്കുന്നതിലൂടെ UAEയിൽ QR അടിസ്ഥാനമാക്കിയുള്ള മർച്ചന്റ് പേയ്മെന്റ് ശൃംഖല വിപുലീകരിക്കാനാണ് ലക്ഷ്യമിടുന്നത്. വർഷം തോറും ദുബായിലേക്കും UAEയിലേക്കും യാത്ര ചെയ്യുന്ന 12 ദശലക്ഷത്തിലധികം ഇന്ത്യക്കാർക്ക് തടസ്സമില്ലാത്ത പേയ്മെന്റ് ഓപ്ഷനുകൾ നൽകാൻ UPI വഴി സാധിക്കും. 2024 ഡിസംബറിൽ മാത്രം 16 ബില്യണിലധികം ഇടപാടുകൾ UPI വഴി പ്രോസസ് ചെയ്തു. ലോകത്തിലെ ഏറ്റവും വിജയകരമായ തത്സമയ പേയ്മെന്റ് സംവിധാനങ്ങളിലൊന്നായാണ് UPIയെ കണക്കാക്കുന്നത്. ദുബായ് ഡ്യൂട്ടി ഫ്രീയിലുടനീളം UPI സ്വീകാര്യത വാഗ്ദാനം ചെയ്യും. ഇത് ഇന്ത്യൻ ടൂറിസ്റ്റുകൾക്ക് ഷോപ്പിംഗ് പേയ്മെന്റ് അനുഭവം വർദ്ധിപ്പിക്കും. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഒമാനിൽ നിന്ന് കേരളത്തിലേക്കുള്ള ടിക്കറ്റ് നിരക്ക് കുറച്ച് എയർ ഇന്ത്യ എക്സ്പ്രസും സലാം എയറും. ഉത്സവ സീസൺ അവസാനിച്ചതോടെയാണ് പ്രവാസികൾക്ക് ഏറെ ആശ്വാസകരമായ വിമാന കമ്പനികളുടെ നടപടി.
എയർ ഇന്ത്യ എക്സ്പ്രസും സലാം എയറും ടിക്കറ്റ് നിരക്കുകൾ കുറച്ചു. സ്കൂൾ അവധിയും ഉത്സവ സീസണും അവസാനിച്ചതോടെയാണ് ടിക്കറ്റ് നിരക്ക് കുറച്ചത്. മസ്കറ്റിൽ നിന്ന് കോഴിക്കോട്, കണ്ണൂർ, കൊച്ചി എന്നിവിടങ്ങളിലേക്കാണ് ടിക്കറ്റ് നിരക്കുകൾ കുറച്ചത്. കണ്ണൂരിലേക്ക് ഈ മാസം അവസാനം വരെ 35 റിയാലാണ് ടിക്കറ്റ് നിരക്ക്. ഫെബ്രുവരി 1 മുതൽ നിരക്കുയരും. 50 റിയാൽ വരെയാവും ഫെബ്രുവരിയിൽ ടിക്കറ്റ് നിരക്ക്. മസ്കറ്റിൽ നിന്ന് കൊച്ചിയിലേക്കാണ് ഏറ്റവും കുറഞ്ഞ നിരക്ക് ഈടാക്കുന്നത്. 31 റിയാലാണ് ഈ മാസം 31 വരെ ഈടാക്കുക. ഫെബ്രുവരി ആദ്യ ആഴ്ച മുതൽ ടിക്കറ്റ് നിരക്ക് കൂടും. കേരളത്തിൽ നിന്ന് മസ്കറ്റിലേക്കും ടിക്കറ്റ് നിരക്കിൽ കുറവ് വന്നിട്ടുണ്ട്. വിമാന കമ്പനികൾ നിരക്ക് കുറച്ചതോടെ ഒമാനിൽ നിന്ന് നിരവധി പേരാണ് കേരളത്തിലേക്ക് പോകാൻ തയ്യാറെടുക്കുന്നത്. നിരവധി പേർ ഇതിനോടകം തന്നെ ടിക്കറ്റുകൾ ബുക്ക് ചെയ്തു കഴിഞ്ഞു. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV.